എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചൈനീസ് കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ക്യാൻവാസിൻ്റെ നീളം നമുക്ക് കോളറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എടുക്കുക. വീതി ഒരു 2.5 ഇഞ്ചൊക്കെ എടുത്താൽ മതി ആകെ. അതിനുശേഷം ഇതേപോലെ പശയുള്ള ഭാഗം അതിങ്ങനെ മടക്കി എടുക്കുക രണ്ടായിട്ട്. ഇവിടെ നമുക്കൊന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കോളറിൻ്റെ അളവെടുക്കുന്നത് ഞാൻ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ അളവെടുക്കുക. അതായത് ഒരു വിരൽ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി, ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. ഇത് നമ്മൾ ബാൻഡിനൊക്കെ പകരമാണ് ഇത് വയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കോളറിൻ്റെ വീതി എത്രയാണോ വയ്ക്കുന്നത് അതുവരെ മാർക്ക് ചെയ്യുക. ഇതിൽ ഞാനിപ്പോൾ 1 ഇഞ്ച് 1 പോയിൻ്റാണ് മാർക്ക് ചെയ്തത്. വീണ്ടും അത്ര തന്നെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് 1 പോയിൻറ്റും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലൊരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. ഇനി ഈ അടിവശത്ത് ആകെ ഇട്ട നീളത്തിൻ്റെ പകുതിയിലൊരു മാർക്ക് ചെയ്യുക. അതിന് നേരെ മുകളിലും അതേപോലെ 1 ഇഞ്ച് 1 പോയിൻറ്റും വീതി മാർക്ക് ചെയ്യുക. ഇവിടെ ഈ മടക്കിയ ഭാഗത്തും അതേപോലെ 1 ഇഞ്ച് 1 പോയിൻറ്റും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരെ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ബെൻഡ് സ്കെയിൽ വെച്ചിട്ട് ബെൻഡ് സ്കെയിലിൻ്റെ ഈ വശം വെച്ചിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഈ ആദ്യം മാർക്ക് ചെയ്ത 1 ഇഞ്ച് 1 പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്ക് ചെയ്യുക. അടുത്തത് ഇവിടെ നിന്ന് രണ്ടാമത്തെ മാർക്കിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഇതേപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. അത് ആവശ്യമെങ്കിൽ കൊടുത്താൽ മതി. സ്ക്വയറിലാണ് വയ്ക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കാം. ശരി. അപ്പോൾ ഇതേപോലെ ഒരു പിന്നടിക്കുക ഇളകാതിരിക്കാൻ. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ കോളർ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് കൂടെ ഇതേപോലെ വെച്ചിട്ട് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യാനും 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് അടിമറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുന്നത് സാധാരണ കോളർ അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്.